നമസ്കാരം. ACV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അച്യുതാനന്ദൻ സർക്കാരിന്റെ ശവമഞ്ചം ചുമന്ന മന്ത്രിമാരുടെ കോലം കത്തിച്ച് RYFB പ്രതിഷേധ ദിനം ആചരിച്ചു. തിരുവനന്തപുരം ചെറിയതുറയിലുണ്ടായ പോലീസ് വെടിവയ്പിൽ പ്രതിഷേധിച്ച് പോപ്പുലർ ഫ്രണ്ട് കരുനാഗപ്പള്ളിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കശുമാവ് കൃഷി വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി കശുമാവ് തൈകളുടെ വിതരണത്തിന് കൃഷിവകുപ്പ് തയ്യാറെടുക്കുന്നു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഇടതുമുന്നണി സർക്കാരിന്റെ 3ാം വാർഷിക ദിനത്തിൽ RYF ബേബി ജോൺ വിഭാഗം അച്യുതാനന്ദൻ സർക്കാരിന്റെ ശവമഞ്ചം ചുമന്ന് മന്ത്രിമാരുടെ കോലം കത്തിച്ച് പ്രതിഷേധ ദിനം ആചരിച്ചു. ഭരണപരാജയത്തിലൂടെ ജനങ്ങൾക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞ സർക്കാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ പ്രതീകാത്മക ശവമഞ്ചവുമായാണ് പ്രവർത്തകർ 3ാം വാർഷിക ദിനത്തിൽ പ്രതിഷേധിച്ചത്. ശവമഞ്ചവുമായി ആനന്ദവല്ലീശ്വരത്തു നിന്നും ആരംഭിച്ച പ്രകടനം ചിന്നകട പ്രസ് ക്ലബ് മൈതാനിയിൽ സമാപിച്ചു. തുടർന്ന് മന്ത്രിമാരുടെ കോലം കത്തിച്ചു. കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ട ഇടതു സർക്കാർ രാജിവെക്കണമെന്ന് RYFB നേതാക്കൾ ആവശ്യപ്പെട്ടു. പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് PT ശ്രീകുമാർ, ശ്രീധരൻപിള്ള, ഗോപകുമാർ, ഷിലും തുടങ്ങിയവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പറയാനുള്ളത്, കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് അനുകൂലമായി വിധിയെഴുതിയ കേരളത്തിലെ 10 ലക്ഷത്തോളം ജനങ്ങൾ, കേരളത്തിലെ 10 ലക്ഷത്തോളം വോട്ടർമാർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്ത 10 ലക്ഷത്തോളം വോട്ടർമാർ ഇന്ന് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് ഈ ഗവൺമെന്റ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് RYFB ആവശ്യപ്പെടുന്നു, അച്യുതാനന്ദൻ ഗവൺമെന്റ് ഈ സംസ്ഥാനത്ത് നാശോന്മുഖമാക്കിയ, വികസനമില്ലാതാക്കിയ, ഈ നാട്ടിലെ ജനങ്ങൾക്ക് തീരാശാപമായി മാറിയ PS അച്യുതാനന്ദൻ സർക്കാർ രാജിവെക്കണമെന്ന് RYFB ആവശ്യപ്പെട്ടു. വേലുപ്പിള്ള പ്രഭാകരൻ കൊല്ലപ്പെട്ടതായി ശ്രീരംഗൻ സർക്കാർ സ്ഥിരീകരിച്ചുകൊണ്ടുള്ള വാർത്ത മാധ്യമങ്ങളിൽ വന്നു തുടങ്ങിയപ്പോൾ കൊല്ലത്ത് പൂന്തലത്താഴത്തുള്ള ബന്ധു ജാനകിയമ്മ പ്രഭാകരനെ ഒരു നോക്ക് കാണാൻ കഴിയാത്തതിലുള്ള മനോവിഷമത്തിലാണ്. ബന്ധം വഴി ഈ 60-കാരിയുടെ മുറച്ചെറുക്കനാണ് വേലുപ്പിള്ള പ്രഭാകരൻ. കൊല്ലം പുന്തലത്താഴം ചിറയിൽ പുത്തൻ വീട്ടിൽ കഴിഞ്ഞുവരുന്ന ജാനകിയമ്മയുടെ അമ്മാവന്റെ മകനാണ് വേലുപ്പിള്ള പ്രഭാകരൻ. പ്രഭാകരൻ എന്തെങ്കിലും നാട്ടിലെത്തിയാൽ ഒരു നോക്ക് കാണണമെന്ന ആഗ്രഹത്തിൽ കഴിയുകയായിരുന്നു പ്രഭാകരന്റെ ബന്ധു കൂടിയായ ജാനകിയമ്മ. എന്നാൽ പ്രഭാകരന്റെ മരണവാർത്ത പുറത്തുവന്നതോടെ അത് നടക്കാത്തതിലുള്ള മനോവിഷമത്തിലാണ്. പോരാട്ടങ്ങൾക്കിടയിലും ജീവൻ നഷ്ടപ്പെടുത്താതെ സൈന്യത്തിന് പിടികൊടുക്കാമെന്നായിരുന്നു മരണവാർത്ത അറിഞ്ഞപ്പോൾ ജാനകിയമ്മ പ്രതികരിച്ചത്. അങ്ങനൊന്നും പോകാതെ അവിടെ ജീവിക്കണമെന്നൊരാഗ്രഹമായിരുന്നു എനിക്ക്. നേരത്തെ വന്നിട്ടുള്ളവരിടയ്ക്ക് ഞാൻ പറഞ്ഞിരുന്നായിരുന്നു, അവിടെ ഇതെല്ലാം മതിയാക്കിയിട്ട് ജീവിക്കണം, നമ്മുടെ നാട്ടിൽ വന്നാൽ ഒന്ന് കാണാമെന്നും വിചാരിച്ചു. പക്ഷേ വന്നതും ഞാൻ കണ്ടതും ഒന്നുമില്ല. അമ്മാവന് വന്നിട്ടും പോയിട്ടുണ്ട്, 48 വർഷമായി. അതിനെപ്പറ്റി യാതൊരു വിവരവും എനിക്കറിയാനും വയ്യ. പിന്നെ രാജീവ് ഗാന്ധിയുടെ കേസ് മുതൽ ഇങ്ങനെ വേലുപ്പിള്ള പ്രഭാകരൻ എന്നും പറഞ്ഞ് ഇവിടെ ആളുകൾ തിരക്കി വന്നിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഇപ്പോഴും ആളുകൾ വരുന്നു. അന്നേരം എനിക്ക് നല്ല വിശ്വാസമുണ്ട് അമ്മാവൻ്റെ മകൻ തന്നെയെന്ന്. അതിനകത്ത് എനിക്ക് വളരെ സങ്കടമുണ്ട്. കുടുംബസമേതം കൊല്ലത്ത് സ്ഥിരതാമസമാക്കിയ ജാനകിയമ്മയുടെ വീട്ടിൽ അമ്മാവൻ വേലുപ്പിള്ള അവസാനമായി എത്തിയത് 48 വർഷങ്ങൾക്ക് മുൻപ്. അന്ന് ജാനകിയമ്മയുടെ പ്രായം 12 വയസ്സ് മാത്രം. പിന്നീട് വേലുപ്പിള്ളയെപ്പറ്റി ഇവർക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. എന്നാൽ രാജീവ് ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് പോലീസ് തിരഞ്ഞെത്തിയതോടെയാണ് തന്റെ അമ്മാവന്റെ മകനാണ് പുലിത്തലവൻ വേലുപ്പിള്ള പ്രഭാകരനെന്ന് ജാനകിയമ്മ